നമ്മുടെ ചെറിയ മക്കൾക്കിടയിൽ പോലും ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് വിർച്വൽ ഓട്ടിസം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നന്നായി ശ്രദ്ധിച്ചു കേൾക്കേണ്ടതുണ്ട്. വിർച്വൽ ഓട്ടിസം വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയം. എന്താണ് പ്രശ്നം? നമ്മുടെ ചെറിയ മക്കൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പല കുട്ടികളും സംസാരിക്കുന്നില്ല. പല കുട്ടികളും സംസാരിക്കേണ്ട പ്രായത്തിയിട്ടും ഉമ്മാന്ന് വിളിക്കാത്ത മക്കൾ, വാപ്പാന്ന് വിളിക്കാത്ത മക്കൾ നമ്മുടെ ഇടയിൽ വരികയാണ്. പേഷ്യൻസായി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ചെറിയ മക്കൾ, അവര് സംസാരിക്കുന്നില്ല. ഉസ്താദേ, എന്താണ് പറ്റിപ്പോയത്? അവരുടെ കൈകാലുകളുടെ ചലനം പൂർണ്ണമാകുന്നില്ല. പലപ്പോഴും അവരുടെ കൈകാലുകൾ സഞ്ചരിക്കുന്നില്ല കൃത്യമായും അവരുടെ സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയി. ചിലർ ചില ശബ്ദങ്ങൾ മാത്രമുണ്ടാക്കുന്നു. ഒരു ദിവസം ഞാൻ ഒരു എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടി, ആ കുട്ടി ഒരു 5 or 6 minutes അതിൻ്റെ ഇടയിൽ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. പിന്നെ കുറച്ച് കഴിയും, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ഞാനങ്ങനെ അതിൻ്റെ രക്ഷിതാവിനോട് ചോദിച്ചു, എന്ത് പറ്റിയതാണ്? അപ്പോൾ അവർ പറഞ്ഞത്, വേറൊരു കാര്യവും ഈ കുട്ടി സംസാരിക്കുന്നില്ല. 4ഉം 5ഉം വയസ്സുള്ള മക്കളെ സംസാരിക്കാത്തതിൻ്റെ പേരിൽ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകുന്ന കാലത്തേക്ക് നമ്മൾ എത്തിപ്പോയി. നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കൾ ഉമ്മ വാപ്പ എന്ന് വിളിച്ചിരുന്ന മക്കൾ ഉമ്മ എന്ന് വിളിക്കാൻ കഴിയാതെ, അവരുടെ കൊഞ്ചലുള്ള ശബ്ദം കേൾക്കാൻ കഴിയാതെ വേദനിക്കുന്ന എത്രയോ മാതാപിതാക്കളാണ്. അല്ലാഹുവേ, സംസാരശേഷി നഷ്ടപ്പെട്ട മക്കൾ, അവർക്കൊക്കെയും നീ സംസാരശേഷി നൽകണേ അല്ലാ. പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പ്രവർത്തികളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, വിർച്വൽ ഓട്ടിസം വല്ലാതെ നമ്മുടെ മക്കളുടെ ഇടയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്താണ് സംഭവിച്ചു പോയത്? അവർ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ കയ്യിലൊരു ഫോൺ കൊടുക്കുന്നു. കൊടുത്തതൊരു കാർട്ടൂണാണ്. ആ കാർട്ടൂൺ കൊണ്ട് കുഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ്. കുഞ്ഞ് കാർട്ടൂൺ കാണാ, യാന്ത്രികമായി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും, അപ്പൊ ഭക്ഷണം ഉള്ളിലേക്ക് പോകും, വീണ്ടും അടയ്ക്കും. He is doing the same process. ഒരു മാറ്റവും ഇല്ല. അവൻ കണ്ടുകൊണ്ടേയിരിക്കുക. അവൻ ഈ ഭക്ഷണത്തെ ശ്രദ്ധിക്കുന്നില്ല. അവൻ ഇതിന്റെ രുചികളെ ശ്രദ്ധിക്കുന്നില്ല. ഇത് കൊടുക്കുന്ന ഉമ്മയെ അവൻ നോക്കുന്നില്ല. ആ ഉമ്മയുടെ സ്നേഹമോ അലിവോ അനുകമ്പയോ, ആ ഉമ്മ ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന സ്ട്രെയിൻസോ ഒന്നും അവൻ അറിയുന്നില്ല. അവൻ ആ ഒരു ലോകത്ത് ജീവിക്കുന്നു. കുഞ്ഞുമകനാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ എത്രമേൽ പ്രസക്തമാണ്. ഓ മനുഷ്യരെ, നിങ്ങളിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞുമക്കൾ, അവർ ജനിച്ചു വീഴുന്നത് ഫിത്രത്തിലാണ്. അവരെ നിങ്ങളാണ് നശിപ്പിക്കുന്നത്, മാതാപിതാക്കളാണ് നശിപ്പിക്കുന്നത്. ഇത് ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ഗൗരവമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 2 വയസ്സിൽ താഴെയുള്ള മക്കൾക്ക് എന്തിൻ്റെ പേരിലായാലും ഫോൺ കൊടുക്കുന്ന സമ്പ്രദായം അത് ഈ കാലത്ത് അധികരിച്ചു വന്നതാണ്. അല്ലെങ്കിൽ ഉസ്താദെ, ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്, ഫോൺ കൊടുത്താൽ അവൻ ഇരുന്നങ്ങ് കഴിച്ചോളും. ഇതാണ് ചിന്ത. ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മകനെ വൈകല്യത്തിലേക്ക് തള്ളിവിടുകയാണ്. ആ മകനെ വൈകല്യങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. അവൻ പിന്നീട് ഒന്നും സംസാരിക്കുന്നില്ല. ആകെ സംസാരിക്കുന്നത് ആ കാർട്ടൂണുകളിൽ നിന്ന് കേൾക്കുന്ന വായ് ഹൂയ് ഈ സൗണ്ട്സ് മാത്രം സംസാരിക്കുന്ന എത്രയോ മക്കൾ നമ്മുടെ ഇടയിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് എന്താണ് ചികിത്സയുള്ളത്? അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് അവരെ വിടുകയും അവരോടൊപ്പം സംസാരിക്കാനും കളിക്കാനും ഒക്കെ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളുടെ കൈകാലുകൾക്ക് അവരുടെ ഓടിക്കളിക്കലും അവരുടെ എത്തിപ്പിടിക്കലും കൊണ്ട് തന്നെയാണ് അതിനൊക്കെയും ആരോഗ്യം വരേണ്ടത്. ഇതവരുടെ കളിയും ചിരിയും എല്ലാം ഫോണിൽ ഒതുങ്ങി.